അളിയാ, ഇവനെന്തിനാണ് എന്നെ വിളിക്കുന്നത്? അളിയൻ എന്നോട് പിണക്കണോ അളിയാ? മേലിൽ നീ എന്നെ അങ്ങനെ വിളിച്ചേക്കരുത്. നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? അത് പറ. സ്വന്തം അളിയനെ പിന്നെ അളിയാന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? അളിയ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരണം. അളിയന്റെ പെങ്ങളിപ്പ വിളിച്ചു വച്ചതേ ഉള്ളൂ. ഞാൻ വരുന്നില്ല, എനിക്ക് കോടതി കേസുണ്ട്. എന്താ അളിയത്? ഞാൻ അളിയന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ. ഇന്ന് സമൃദ്ധ അമ്മയും ചേർന്ന് ഞങ്ങൾക്ക് വിരുന്നു തരാൻ വേണ്ടി വലിയ സദ്യ ഉണ്ടാക്കിയ. നല്ല കരിമീനും നെയ്മീനും കറി വെച്ചതും വറുത്തതും ഒക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അളിയനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇതൊക്കെ അല്ല അളിയ ഒരു സന്തോഷം. എനിക്ക് സൗകര്യമുള്ളപ്പോ കഴിച്ചോളാം. നീ വെച്ചിട്ട് പോയേ. പിന്നെ മെയിലിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചു പോരുത്. ഈ അളിയന്റെ ഒരു കാര്യം, ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ പിണങ്ങിയ എന്ത് ചെയ്യും? എന്റെ സ്വന്തം അളിയനാ, പബ്ലിക് പ്രോസിക്യൂട്ടർ. ഞാനൊരു കാര്യം പറഞ്ഞ അതിനപ്പുറം ഒരു വാക്കിൽ അളിയന്. ഞാനെന്ന് പറഞ്ഞ അളിയന് ഭയങ്കര ജീവനാ. നിങ്ങളെ കേസ് ഞാൻ അളിയനോട് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് തരാം. പക്ഷെ പറഞ്ഞുറപ്പിച്ചതിൽ നിന്ന് മാറ്റമൊന്നും വരാൻ പാടില്ല. ഇല്ല, സാറ് പറഞ്ഞൊക്കെ ഞാൻ അതുപോലെ കേൾക്കും. എന്നാ പിന്നെ നിങ്ങൾ കേട്ടോ. ശരി സാർ. ശരി സാർ. ഹലോ സമൃദ്ധ. അതെ, ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ഇന്ന് അളിയനും പെങ്ങൾക്കും ഇവിടെ വിരുന്നുണ്ടാക്കുന്നുണ്ട്. ഓ, അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞ്? അമ്മ വിളിച്ചോ? അയ്യോ, അമ്മയല്ല, ആ വൃത്തികെട്ടവൻ. വൃത്തികെട്ടവനോ? ആര്? ശിശിരയുടെ അളിയെന്നുള്ളവന്റെ വിളി. അടുത്തെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഉറങ്ങാൻ വെച്ച് കൊടുത്തേനെ. താന്താ ചിരിക്കുന്നത്? ഗൂഗിളിന്റെ ദേഷ്യം കേട്ടിട്ട് ചിരിച്ചതാ. വൃത്തികെട്ടവനെന്ന്. അവനെ പിന്നെ ഞാനതല്ലാതെ വേറെ എന്താ വിളിക്കേണ്ടത്? എന്തായാലും രാജീവ് സ്നേഹത്തോടുകൂടി അളിയന് ഊണ് കഴിക്കാൻ വിളിച്ചതല്ലേ. ഗൂഗിള് വന്നാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അയ്യോ വേണ്ട, എനിക്ക് അവന്റെ മുഖം കാണുമ്പോ തന്നെ ചൊറിഞ്ഞ് കേറി വരും.